എല്ലാവർക്കും സോഷ്യൽ വർക്ക് മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. 3 കാര്യങ്ങൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു താങ്ക്സ് ആണ്. കാരണം 1 മാസത്തിലേറെയായി യൂട്യൂബ് ചാനൽ ഇപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സിനും കൂടുതലായിട്ടുണ്ട്. അപ്പം എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. രണ്ടാമതായിട്ടൊരു കാര്യം പറയാനുള്ളത് ഒരു സോറിയാണ്. അത് കുറേ നാളുകളായി ബ്രേക്ക് വന്നിട്ട് വീഡിയോ ചെയ്യാനായിട്ട്. കുറച്ച് പേരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി തുടർന്ന് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് പോലെ തന്നെ ഇനി തുടർന്നുണ്ടാകണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. ഇനി അടുത്തത് ഒരു കാര്യം കൂടിയും ഓർമ്മിപ്പിക്കാനുള്ളത്, എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് വ്യൂവേഴ്സ് വരുന്നത് ജോലിക്കായിട്ട് സെറ്റിലായി ഫാമിലി സെറ്റിലായിട്ടുള്ള ഒരു ഏജ് കാറ്റഗറിയിലുള്ള ഒരു ആളുകളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കും വളരെ ഡീപ്പായിട്ട് പഠിക്കുക എന്നതിനപ്പുറമായിട്ട് പഠിച്ച് മറന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് മറന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചാനൽ അപ്രോച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങൾ പ്രതീക്ഷ തെറ്റിക്കണ്ട. അതുപോലെ തന്നെ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇനിയും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ കേസ് വർക്കിൻ്റെ കമ്പോണൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സോഷ്യൽ കേസ് വർക്കിൻ്റെ കമ്പോണൻസ്, അപ്പോൾ സോഷ്യൽ കേസ് വർക്ക് എന്താണ് നമുക്ക് ആദ്യം നോക്കണം. സോഷ്യൽ വർക്കിൽ ആകെ 6 മെത്തേഡുകളാണുള്ളത്. 6 മെത്തേഡുകളിൽ നമുക്കറിയാം പ്രൈമറി മെത്തേഡ്സും സെക്കൻഡറി മെത്തേഡ്സും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൈമറി മെത്തേഡ്സിൽ 3 മെത്തേഡുകൾ വരുന്നുണ്ട്, സെക്കൻഡറി മെത്തേഡിലും 3 മെത്തേഡുകൾ വരുന്നുണ്ട്. പ്രൈമറി മെത്തേഡ്സിൽ സോഷ്യൽ കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വരുന്നുണ്ട്. അതിലെ കേസ് വർക്കിനെ കുറിച്ചിട്ടാണ്, അതിലെ കമ്പോണൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഘടകങ്ങൾ, സോഷ്യൽ കേസ് വർക്കിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് 4 എണ്ണാണുള്ളത്. 4 P's ആണുള്ളത്. അതിൽ നമുക്ക് പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ് ആൻഡ് പ്രോസസ് എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലവുമായിട്ടുള്ള ഒരു പേഴ്സൺ ഒരു പ്ലേസിലോട്ട് വരുന്നു. ആ പ്ലേസിൽ വെച്ചൊരു പ്രോസസ്സിലൂടെ അയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പോണൻസ് വളരെ എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പേഴ്സൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുള്ള, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയാൾക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലവുമായിട്ടാണ് ആ പേഴ്സൺ കടന്നു വരുന്നത്. അപ്പോൾ അയാളെ നമ്മൾ നോൺ ജഡ്ജ്മെന്റലായിട്ട് സോഷ്യൽ കേസ് വർക്കർ കാണണം, അയാളുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ അയാളുടെ ഒരു പ്രശ്നത്തെ പറ്റി ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തണം എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോഷ്യൽ കേസ് വർക്കർക്ക് അതിൻ്റെ ഒരു മെയിൻ റോൾ ഉണ്ട്, അയാളുടെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. ഇനി പ്ലേസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ കേസ് വർക്ക് ഏജൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്ലേസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതുപോലെ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സ് നടക്കുന്നത്. ഇനി പ്രോസസ്സിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നു. നമുക്കറിയാം സോഷ്യൽ കേസ് വർക്കിന്റെ പ്രോസസ് സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻടേക്ക് ഉണ്ട്, സ്റ്റഡി ഉണ്ട്, ഡയഗ്നോസിസ് ഉണ്ട്, പിന്നെ പ്രോബ്ലത്തിന് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, ടെർമിനേഷൻ ഉണ്ട്, ഫോളോ അപ്പ് ഉണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ കേസ് വർക്കിന്റെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ഒക്കെയാണ് ഫൈനൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഒരു പേഴ്സൺ വിത്ത് എ പ്രോബ്ലം കമ്മിങ് ടു എ പ്ലേസ് ആൻഡ് ത്രൂ എ പ്രോസസ് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തെടുക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കമ്പോണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ സോഷ്യൽ കേസ് വർക്കിന്റെ നമുക്ക് പ്രോസസ്സിനെ ഡിസ്കസ് ചെയ്യാം. അതിൽ തന്നെ നമുക്കറിയാം ഇൻടേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡയഗ്നോസിസ് തന്നെ പലതരത്തില് 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡയഗ്നോസിസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു വരുന്നത് വെൽഫെയർ ഓഫീസർ വിളിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ കൗൺസിലർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഈ കേസ് വർക്കിന്റെ പോർഷൻസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കഴിവതും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും
താങ്ക് യു.